അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ മരണങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യന് ഏത് പ്രയാസഘട്ടങ്ങളിലും ആത്മഹത്യ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുകയില്ല. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് ദീനിയായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. നമ്മളെല്ലാവരും ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇന്ന് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള മനസ്സൊരാൾക്ക് ഉണ്ട് എങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചിന്തിക്കുക പോലും ഇല്ല. നമുക്ക് സംഭവിക്കുന്ന എല്ലാ ഹൈറുകളും ഷെറുകളും അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൂടെയല്ലാതെ യാതൊന്നും നടക്കുകയില്ല. ഈയൊരു തിരിച്ചറിവ് മുസ്ലിമായ ഒരു മനുഷ്യന് ഉണ്ട് എങ്കിൽ ഒരിക്കലും അവൻ ആത്മഹത്യ ചിന്തിക്കുക പോലും ഇല്ല. എന്തുതന്നെ പ്രയാസവും ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിട്ടാലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ, ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം, ഇതൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ വ്യക്തിയെ പല രീതിയിലും പരീക്ഷിക്കും. ചില മനുഷ്യരെ അള്ളാഹു മാരക രോഗത്താൽ പരീക്ഷിക്കും. മറ്റു ചിലരെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പെട്ടെന്നുള്ള മരണം എങ്ങനെയും നമ്മളെ പരീക്ഷിക്കും. നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു നമ്മിൽ നിന്നും പെട്ടെന്ന് തിരിച്ചു വിളിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. രോഗം കൊണ്ടും സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടും എന്നു മാത്രമല്ല എല്ലാ മേഖലയിലും അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇതിലൊന്നും തന്നെ മുസ്ലിമായ ഒരു മനുഷ്യന് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഇതിലും ഹൈറായത്, ഇതിലും അനുഗ്രഹമായത് അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകും എന്നൊരു ബോധമാണ് നമ്മൾക്ക് വേണ്ടത്. ഈ ഇടയായി മരണപ്പെട്ട ഷഹന എന്ന പൊന്നുമോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണല്ലോ. നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസം മാത്രം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച ആ പൊന്നുമോൾ പെട്ടെന്നാണവൾ ആത്മഹത്യയിലേക്ക് എത്തിയത്. ഇതിൻ്റെ കാരണം ആ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും കുടുംബങ്ങളുമാണ്. ഷഹനയുടെ ഭർത്താവ് പക്വതക്കുറവ് കാരണം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ആ ഭർത്താവിൻ്റെ ഉമ്മയും അതനുസരിച്ച് നിന്നതാണ് ഇതിൽ വലിയ അപകടത്തിലേക്ക് പോയത്. ആ പൊന്നുമോൾക്ക് ആ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ആ ഉമ്മയുടെ കാല് പിടിച്ച് കേണപേക്ഷിച്ചു, എന്നെ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന്. ഇത് കേട്ട ആ ഉമ്മ സ്വന്തം മകൻ്റെ ഭാഗത്ത് നിന്ന് മരുമകളോട് കുത്തുവാക്ക് പറയുകയല്ല വേണ്ടത്. ആ 19 വയസ്സുകാരിയായ ആ പൊന്നുമോളെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു മറുപടിയാണ് ആ ഉമ്മയിൽ നിന്നും ആ മകൾ കേൾക്കേണ്ടി വന്നത്. ആ മകൻ്റെ സ്ഥാനത്ത് ഒരു മകളായിരുന്നുവെങ്കിൽ ആ ഉമ്മക്ക് ഇത്ര വലിയ ക്രൂരതയേറിയ വാക്കുകൾ മുഖത്തു നോക്കി പറയുവാൻ കഴിയുമോ? ഏതായാലും ആ പൊന്നുമോളുടെ ജീവിതം ഇനി എന്നേക്കുമായി ഇല്ലാതെയായി. ഇതിൻ്റെ ഉത്തരവാദികൾ ഇവരാണെന്നറിഞ്ഞ് ഇവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചാലും ഇവരുടെ മുൻപോട്ടുള്ള ജീവിതം ഇവർക്ക് ഈ പെൺകുട്ടിയുടെ കണ്ണീരും ശാപവും നിറഞ്ഞതായിരിക്കുമെന്ന് യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം പല രീതിയിലും നമ്മെ നേരിടും എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇനിയും ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ അനവധി കേൾക്കേണ്ടി വരും. ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇതാണ് ജീവിതം എന്ന് കരുതുന്ന പലരും ഉണ്ട്. ഇതിലൂടെ കാണുന്ന പല മോഹങ്ങളും മനസ്സിൽ വെച്ച് ജീവിതം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ എന്ന് കരുതുന്ന ചിലരൊക്കെ ഉണ്ടാവും. അങ്ങനെ അപൂർവം ചിലർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അപൂർവം ചിലർക്ക് ഇടവരുന്നത്. ഇതിനെല്ലാം ഒരു പരിധിവരെ നമ്മുടെ മാതാപിതാക്കളാണ് ഉത്തരവാദികൾ. തൻ്റെ മക്കൾക്ക് ഭൗതികപരമായും ആത്മീയപരമായുള്ള വിദ്യാഭ്യാസം നൽകണം. അതിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഒരു പരിധിവരെ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം. ഇന്ന് വളർന്നു വരുന്ന തലമുറകൾക്ക് എന്താണ് ഇസ്ലാം, എന്താണ് ദീനിൽ പറയുന്നത് എന്നുള്ള യാതൊരു കാര്യവും അവർക്ക് ഒട്ടും തന്നെ അറിയുകയില്ല. മദ്രസയിൽ 8 വരെ 10 വരെ പഠിച്ചു എന്ന് കരുതി അവരോട് എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചാൽ അവർ മറുപടി പറയുന്നത് ആ എന്നാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്കതൊന്നും അറിയുകയില്ല എന്നുള്ള ഭാവത്തിലും എന്നുള്ള മറുപടിയുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കണം.
ഇങ്ങനെയാണോ നമ്മൾ ഓരോ മക്കളെയും വളർത്തിയെടുക്കേണ്ടത്? അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നൊരു സമ്പത്താണ് നമ്മുടെ മക്കൾ. ആ മക്കളുടെ ജീവിതത്തിലെ ഓരോ മുൻപോട്ടുള്ള വളർച്ചയും മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ്, അല്ലേ? ആ മക്കൾക്ക് നമ്മൾ എത്രത്തോളം ആത്മീയപരമായും ഭൗതികപരമായുമുള്ള വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അറിവ് പഠിപ്പിക്കാൻ വിടുന്ന നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മാതാപിതാക്കൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് സ്നേഹത്തോടെയും കരുതലോടെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് മദ്രസകളിലെല്ലാം 2ാം ക്ലാസ് മുതൽ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മദ്രസകളിൽ നിന്നും പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ അത് നമ്മുടെ മക്കൾ അതേ നിലപാടിൽ തന്നെ പഠിച്ച രീതിയിൽ തുടർന്നു പോരുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 10 വയസ്സ് വരെ നിർബന്ധമില്ല എങ്കിലും നമ്മൾ നിസ്കാരം എന്നൊരു ശീലം അവർ പഠിക്കുന്നതോടൊപ്പം അവർ അതിലൂടെ ശീലിപ്പിച്ചു വരികയാണെങ്കിൽ 10 വയസ്സ് എത്തിയ ആ കുഞ്ഞ് കൃത്യമായി നിസ്കാരങ്ങളെല്ലാം ഖളാ ആകാതെ തന്നെ ചെയ്തു പോരും. അത് നമ്മൾ ശീലിപ്പിക്കുന്നിടത്താണ് നമ്മുടെ മക്കളുടെ മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത്. മദ്രസകളിൽ 3ാം ക്ലാസ്സിലെത്തിയ കുഞ്ഞുങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മദ്രസയിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചെടുത്ത് ആ കുഞ്ഞിനെ കൊണ്ട് നിസ്കാരം നമ്മൾ നിർബന്ധം ഇല്ല എങ്കിലും നമ്മളത് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ശീലമാക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് അത്രയും ഗുണം നമുക്ക് കിട്ടും. അതിലൂടെ തന്നെ ആ ഫാത്തിഹയുടെ അർത്ഥവും ദിവസവും ഒരായത്തിൻ്റെ അർത്ഥം വീതം പഠിപ്പിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് സിമ്പിളായി ആ കുഞ്ഞുങ്ങൾക്ക് ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ മാതാപിതാക്കൾ കരുതുകയാണെങ്കിൽ ആ മക്കളെ നല്ല രീതിയിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന മോട്ടിവേഷനും അറിവുകളും എല്ലാം. എന്ന് വെച്ച് എൻ്റെ മക്കൾ ഫുൾ ക്ലിയറാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ ചെറിയ അറിവ് വെച്ച് നമ്മൾ നമ്മളെ മക്കളെ നന്നാക്കിയെടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടവും നമ്മൾക്കുണ്ടാകും, അത് ഉറപ്പാണ്. നേരെ മറിച്ച് മൊബൈലിൽ റീൽസും കണ്ട് കിടന്നുറങ്ങുന്ന മക്കളാണ് എങ്കിൽ ഒരിക്കലും നേരാവാൻ പോവുകയും ഇല്ല. നമ്മളെയൊക്കെ ബോധിപ്പിക്കുവാനായി അവർ പേരിന് പുസ്തകം എടുത്തു വെച്ച് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുസ്തകം പൂട്ടിവെച്ച് നമ്മുടെ കയ്യിൽ നിന്നും അവർ മൊബൈൽ എങ്ങനെയെങ്കിലും കയ്യിലാക്കി അവർ റീൽസും മറ്റതും കണ്ടുകൊണ്ടാണ് ഇന്ന് മിക്ക വീടുകളിലും കുട്ടികൾ ഉള്ളത്, അല്ലേ? ഇതിൽ നിന്നെല്ലാം നമ്മുടെ മക്കൾ നന്നായി വളർന്നു വരണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ കുറച്ചൊക്കെ അവരുടെ നേരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ എല്ലാ വളർച്ചയിലും ഉയർച്ചയിലും നമ്മളുടെ ഒരു കണ്ണ് അവരുടെ നേരെ വേണം, അത് ഉറപ്പാണ്. അങ്ങനെ കെയർ ചെയ്യുന്ന മാതാപിതാക്കളാണ് നമ്മളെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് നല്ല സ്വാലിഹായ മക്കളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും, അത് ഉറപ്പാണ്. അത് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങണം. അതല്ലാതെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും മറ്റുയർന്ന ക്ലാസ്സിലും ഒക്കെ എത്തിയതിന് ശേഷം അവർക്ക് നമ്മൾ എന്തു തന്നെ മോട്ടിവേഷൻ കൊടുത്താലും അവർക്കത് ഫലിക്കണം എന്നില്ല. കാരണം ഇന്ന് ലോകം അങ്ങനെയാണ്. അതിലൂടെയാണ് അവർ സഞ്ചരിച്ചു വളരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇതിനെക്കുറിച്ചെല്ലാം പരലോകത്ത് അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും. ഇവിടെ വെച്ച് നമ്മുടെ മക്കളിൽ നിന്നും ഇതൊന്നും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് കേൾക്കേണ്ട ഗതി നമ്മൾക്കാർക്കും വരാതിരിക്കട്ടെ. നല്ല നല്ല ആത്മീയ കഥകളും നല്ല മോട്ടിവേഷനുകളും അവർക്ക് എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഏത് മക്കളും ചെറുപ്രായത്തിൽ തന്നെ കേട്ടു വളരുന്ന മക്കളാണ് എങ്കിൽ ഒരിക്കലും അവർ വഴിതെറ്റി പോകില്ല. ഇതെല്ലാം നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കടമയാണെന്ന് കരുതി അവരോടുള്ള ബാധ്യതകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ നിറവേറ്റാൻ ശ്രമിക്കണം. അവരുടെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും അവർക്ക് ലഭിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സന്തോഷങ്ങളും നമ്മൾ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കുവാനുള്ളത്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോവരുത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി
ദുന്യാവിൽ നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തിയെടുക്കുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.